ഹായ് എല്ലാവർക്കും ഇന്ന് എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് ആൻറ്റീനെ കാണാൻ പോകട്ടെ. മമ്മീൻ്റെ ആംഗ്ലേൻ്റെ ഭാര്യനെ ഹോസ്പിറ്റലൈസ്ഡൊക്കെ ആയിരുന്നു, വീട്ടിലേക്ക് ഡിസ്ചാർജായി വന്നു. ബട്ട് ഷീ ഈസ് ഓക്കെ നൗ. ഞങ്ങളിപ്പം എന്നെ ആദംകുട്ടാണ് ഞങ്ങൾ നയിച്ചുകൊണ്ട് പോകുന്നത്. ഹെഡ്ലൈറ്റൊക്കെ വെച്ച് ഒരു 7:30 ആയപ്പോൾ കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ. ഞങ്ങൾ പയ്യും മന്ദം നടന്ന് ഇങ്ങനെ പോവുകയാണ്. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ അങ്കിളിൻ്റെ വീട്ടിലെത്തി. നമ്മൾ ആക്ച്വലി ആൻറ്റീനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവിടെ നമ്മുടെ അമ്മായി ഇരിക്കുന്നു. എന്താ പിന്നെ വലിയേട്ടൻ മേൽ ലൈറ്റൊക്കെ വെച്ചുകൊണ്ട് വരുന്നുണ്ട്. ഞാൻ ഓർത്തു ഈ ചേട്ടൻ ഏതാണേ? എവിടെയായിരുന്നു ഇത്ര നാളൊന്ന് പറഞ്ഞേ കേട്ടെ. ചോദിക്കട്ടെ എന്നാ? ഓ ഒന്ന് വാടാ ഇങ്ങോട്ട്. എന്റെ അമ്മ ഇവിടെ വന്നിരി. എവിടെയായിരുന്നു ഇത്ര നാളും? ഒന്ന് പറഞ്ഞേ. നമ്മുടെ ആദംകുട്ടനാണ് ആൻറ്റീനെ സെർച്ച് ചെയ്യുന്നത് കേട്ടോ ഈ കാണുന്നത്. ആൻറ്റി അവിടെ ഇല്ലാത്തതുകൊണ്ട് അവന് ഭയങ്കര സങ്കടമായിരുന്നു. ആൻറ്റി ജസ്റ്റ് കുളിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ പോയതാട്ടെ. നമ്മൾ രാത്രിയിലല്ലേ അവിടെ കയറി ചെന്നേ. അപ്പോൾ അവനിങ്ങനെ സെർച്ച് ചെയ്യുക കേട്ടോ ഈ കാണുന്നത്. അവിടെ മീനൊന്നും ഇല്ല, മീനൊക്കെ എപ്പോഴേ തീർന്നു, ചിക്കൻ മാത്രമേ ഉള്ളൂ എന്ന് ആൻറ്റി വന്നു കേട്ടോ. ആൻറ്റി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ കളി മാറി. കാരണം എനിക്ക് ഭയങ്കര ഗമ കാണിക്കലായിരുന്നു കേട്ടോ. ആൻറ്റി വന്നു ആൻറ്റീൻ്റെ വിശേഷങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവൻ ആൻറ്റി ആണെങ്കിൽ അവൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ ചോദിക്കും. ഇവരാണെങ്കിൽ ആദംകുട്ടനോട് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അതൊക്കെ കേൾക്കാൻ അവർക്കാണെങ്കിലും ഇൻട്രസ്റ്റ് കേട്ടോ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഈ രഹസ്യം. നമ്മളറിയാത്ത രഹസ്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടല്ലോ. ആദംകുട്ടനാണെങ്കിൽ തപ്പി നടക്കും കേട്ടോ. എവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് അവിടെ പോയി ബെല്ലൊക്കെ അമർത്തുന്നുണ്ട്. അത് ആൻറ്റി ആണെങ്കിൽ അവനെ കൂടുതലും ആൻറ്റി വിളിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് കളിക്കാടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അവനാണ് മൈൻഡ് ആകുന്ന പോലും ഇല്ല. അവനെവിടെ എങ്ങനെ എന്തൊക്കെ കിട്ടുമെന്നൊക്കെ നോക്കി പരതി ഇങ്ങനെ നടക്കുകയാണ്. പണിയെടുപ്പാണോ കൊച്ച്? നോക്കിക്ക്, എല്ലാരും ചുമ്മാ ഇരിക്കുക. നമ്മുടെ ആദംകുട്ടനാണെങ്കിൽ ചെരുപ്പെടുക്കാൻ പോയതാട്ടോ. അത് അകത്തിരുന്ന ചെരുപ്പുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് ചെരുപ്പിടാണ്ട് നിൽക്കാൻ പറ്റില്ല. ഇപ്പം ഭയങ്കര മഴയും കാര്യങ്ങളും തണുപ്പൊക്കെ ആയതുകൊണ്ട് ഒത്തിരി നല്ല തണുപ്പം. നമുക്ക് ഈ ടൈൽസിലൊന്നും ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവൻ ചെരുപ്പെടുക്കാൻ വേണ്ടി പോയതാട്ടോ. അവനിങ്ങനെ എനിക്ക് ചെരുപ്പ് എടുത്ത് കൊണ്ടുവന്നിട്ട് ചെരുപ്പിടാം അമ്മയെന്നൊക്കെ പറയുന്ന ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. ഞാൻ കാലാണെങ്കിൽ പൊക്കി വെച്ചേക്കാണേ. അപ്പം അവനത് ചെരുപ്പിടുന്നൊക്കെ പറയണതാണ്. ഇത് നമ്മുടെ അച്ഛ വന്നിട്ടുണ്ട്. അച്ഛ ഫ്രഷായി കുളിച്ചൊക്കെ വന്നു. അച്ഛയാണെങ്കിൽ ഓക്കെ നീ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇരണോടി എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വന്ന് ഇരിക്കുക കേട്ടോ. പാവം പുള്ളി മാഷാട്ടോ. പിന്നെ ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം പുള്ളി സാറാണ്. പഠിപ്പീരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. വന്ന് ഫ്രഷായി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഹിന്ദി മാഷാണ്, ഹിന്ദി മാഷ്. സോ വന്ന് എല്ലാം വർത്തമാനവും കാര്യങ്ങളെല്ലാം ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആൻറ്റി ആണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ചായ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കും. ഞങ്ങൾ വേണ്ടാന്നൊക്കെ പറഞ്ഞായിരുന്നു. കാരണം ആൻറ്റിക്ക് ഒന്നത് വയ്യാണ്ടിരിക്കുകയല്ലേ. അപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആൻറ്റി ആണെങ്കിൽ പയ്യെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ന്യൂട്രലിൽ പോയിട്ട് നമ്മളറിയാണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പയ്യെ എന്തെങ്കിലും തരണ്ടേ, ചായയും ഒക്കെ കുടിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ചായയും കൂടെ നമുക്ക് ഇച്ചിരി അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നു കേട്ടോ. നല്ല ചൂടപ്പമായിരുന്നു. നല്ല തണുപ്പിൽ ഈ ചൂട് ചായയും ചൂടപ്പമൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തണുത്തൊരു വസ്തു കഴിക്കാൻ പറ്റില്ല. ആദ്യത്തിനാണെങ്കിൽ ആൻറ്റി എന്തൊക്കെയോ സ്നാക്സ് അതിൻ്റെ ഇടയ്ക്ക് എടുത്തു കൊടുത്തു. എന്തോ കോന്തിയാന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ കോന്തി എന്നൊക്കെ കേട്ടോ പറയണേ. നിങ്ങളെന്താണ് പറയണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ്. ഓക്കെ. സോ അപ്പം ഉണ്ടാക്കി തന്നു ആൻറ്റി. ചൂടപ്പം അധികമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. 1, 2, 3 ഒക്കെ ജസ്റ്റ് ഒരു പരപേശ അടക്കാൻ വേണ്ടി മാത്രം. അതിന് ശേഷം ആൻറ്റി ആണെങ്കിൽ ആദംകുട്ടനെ പിടിച്ച് സെറ്റ് കിടത്തി അവനോട് കുശലം പറച്ചിലൊക്കെ ആയിരുന്നു. അമ്മായി ഒരു സൈഡിലിരുന്ന് അച്ഛയാണ് ഒരു സൈഡിലിരുന്ന് ഇങ്ങനെ കുശലമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് യാത്രയായി. ടാറ്റ ബൈ ബൈ എല്ലാം പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി കേട്ടോ.
സോ ഞങ്ങളീ പോകുന്ന ഭാഗമാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. ആദംകുട്ടനാണ് ലൈറ്റ് മേടിക്കാൻ വേണ്ടി ഓടി വരുന്നത് കേട്ടോ. അവനാണ് ഞങ്ങളെ നയിക്കുന്ന ആൾ. അതുകൊണ്ട് അവൻ വേണം പിടിക്കാൻ എന്നുള്ള ധാരണയിലാണ്. അവൻ എല്ലാവരോടും ടാറ്റ പറഞ്ഞു ഞങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങി ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മൈ ചാനൽ.